ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കി സിപിഐഎം. ആത്മകഥയിൽ നേതാക്കൾക്കെതിരെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന സൂചനകൾക്ക് പിന്നാലെയാണ് പത്മകുമാറിനെ പുറത്താക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയതെന്നാണ് വിവരം. കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നിട്ടും ജില്ലാ കമ്മിറ്റി യോഗം നടപടി സസ്പെൻഷനിൽ ഒതുക്കുകയായിരുന്നു. പത്മകുമാറിനെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും സസ്പെൻഡ് ചെയ്തുവെന്ന് ഡോക്ടർ ടി.എം. തോമസ് ഐസക് വ്യക്തമാക്കി. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നേരത്തെ പത്മകുമാറിന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിനുള്ള മറുപടി പരിശോധിച്ചു. ആ മറുപടി തൃപ്തികരമല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനും വിശദമായിട്ട് ഉള്ള ചാർജ് ഷീറ്റ് കത്ത് നൽകുന്നതിനും തീരുമാനിച്ചു. അത് SITയുടെ റിപ്പോർട്ടിന്റെ കൂടി പരിശോധന അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലുള്ള വിശദമായ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള കുറിപ്പ് നൽകാം. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ പാർട്ടിയിലെ എല്ലാ സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കും. നടപടിയെടുക്കാൻ വൈകിയില്ലെന്നും ജയിലിൽ വെച്ച് വിശദീകരണ നോട്ടീസ് കൊടുക്കാൻ കഴിയില്ലെന്നും CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. സർക്കാരിന്റെ കുറ്റപത്രം ഇതേവരെ കോടതി കൊടുത്തിട്ടില്ല. ആ കുറ്റപത്രം കൊടുത്താലുടൻ ആ കുറ്റപത്രം നോക്കിക്കൊണ്ട് ആ കുറ്റപത്രത്തിന്റെ ഗ്രാവിറ്റി പരിശോധിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനെതിരെ ആ നടപടി അന്തിമ നടപടിയിലേക്ക് പോവുക. അതുകൊണ്ട് ആണ് അന്വേഷണ വിധേയമായിട്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. SIT കൊടുക്കുന്ന കുറ്റപത്രത്തിൽ അദ്ദേഹത്തിന് അതിന് തക്കവണ്ണമുള്ള ഒരു കുറ്റം അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരു നീതീകരിക്കാൻ കഴിയാത്ത കാര്യമായിട്ട് മാറും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ അന്വേഷണ വിധേയമായിട്ടുള്ള സസ്പെൻഷൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതാനുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഉണ്ട്. അദ്ദേഹം ആത്മകഥ എഴുതട്ടെ. ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ട് ആത്മകഥ ലോകം മുഴുവൻ പോകട്ടെ. ഒരു പ്രശ്നം. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി എന്ന ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ആ തീരുമാനം വരുന്നത്. സസ്പെൻഷൻ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഒരു സമ്മർദ്ദങ്ങൾക്കും പാർട്ടി വഴങ്ങില്ല എന്നൊക്കെയുള്ള സൂചനകൾ വന്നിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതുതന്നെയല്ലേ ഷിജോ? പ്രജിൻ, വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പത്മകുമാർ പയറ്റിയ തന്ത്രങ്ങളിൽ അല്ലെങ്കിൽ ആ സമ്മർദ്ദങ്ങളിൽ പാർട്ടി വീണു എന്നുള്ളത് തന്നെയാണ്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് പാർട്ടി ഇപ്പോൾ പത്മകുമാറിനെതിരായിട്ടുള്ള നടപടി വെറുമൊരു സസ്പെൻഷനിൽ ഒതുക്കിയിട്ടുള്ളത്. സാധാരണ നിലയിൽ പാർട്ടിയുടെ കീഴ്വഴക്കമനുസരിച്ചുകൊണ്ട് ഏറ്റവും കടുത്ത നടപടി എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്. പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും എന്നുള്ള വിവരങ്ങൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നതാണ്. ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായുള്ള ചർച്ചകൾ നടന്നിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യണം എന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നു. പക്ഷേ അത് ജില്ലാ കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ പത്മകുമാറിനെതിരെ നിലവിൽ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കേണ്ട നടപടി സ്വീകരിക്കേണ്ടതില്ല, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. സംസ്ഥാന നേതൃത്വം പൂർണ്ണമായിട്ട് പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞിട്ടും ജില്ലാ നേതൃത്വം അങ്ങനെ പത്മകുമാറിനെ തള്ളിപ്പറയാൻ ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്നുള്ളത് എടുത്തു കാണേണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പത്മകുമാറിനെ നിലവിൽ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയതിനൊപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് ഈ പറയുന്ന കാലയളവില്ലാതെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സാധാരണ നിലയിൽ ഈ പറയുന്നത് പോലെ 11 മാസത്തേക്കാണ് സസ്പെൻഷൻ സാധാരണ നിലയിൽ CPIMന്റെ കീഴ്വഴക്കം അനുസരിച്ചുകൊണ്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ പത്മകുമാറിന് ഒരു കാലയളവ് നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും SITയുടെ കുറ്റപത്രം വരുന്നതിനനുസരിച്ചായിരിക്കും മറ്റ് അന്തിമ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള കാര്യമാണ് കേന്ദ്ര കമ്മിറ്റി അംഗവും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ചുമതലയുള്ള ഡോക്ടർ തോമസ് ഐസക്കും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും പറയുന്നത്. ഒരു പക്ഷേ SITയുടെ കുറ്റപത്രത്തിൽ പത്മകുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഇല്ല എങ്കിൽ ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടി അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അല്ല എങ്കിൽ കുറ്റപത്രത്തിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ട് എങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള വലിയ നടപടിയിലേക്ക് പോകും എന്നുള്ള കാര്യങ്ങൾ കൂടി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും ഡോക്ടർ T.M. തോമസ് ഐസക്കും പറയുകയും ചെയ്യുന്നു. നിലവിൽ എന്തായാലും പത്മകുമാർ ആത്മകഥയിലൂടെ പല കാര്യങ്ങളും തുറന്നു പറയും എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ പാർട്ടി നേതൃത്വം വഴങ്ങി അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ളത് കൃത്യമായിട്ട് കാണേണ്ടി വരും. ശബരിമല യുവതീ പ്രവേശനം അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിലടക്കം പത്മകുമാർ ആത്മകഥയിലൂടെ പല കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് യുവതീ പ്രവേശനവുമാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്കുമേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായി, അതടക്കമുള്ള കാര്യങ്ങളിൽ പലരുടെയും പേര് പറയുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഇനി കൂടുതൽ വിവാദത്തിലേക്ക് പോകാതെ നിലവിൽ ഇപ്പോൾ ഉള്ളതിനെ ഒരു അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നിലവിൽ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയിട്ടുള്ളത്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.